ഈ വീഡിയോയിൽ ഫോർമുല വണ്ണിലെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാം. നമുക്കറിയാം മിക്ക ഫോർമുല വൺ ടീമുകളും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കിയിട്ടാണ് ഓരോ സീസണിലും ഫോർമുല വണ്ണിന് വരുന്നത്. അപ്പോൾ ഈ വമ്പൻ ടീമുകളായ മേഴ്സിഡസ്, റെഡ് ബുള്ള്, മെക്ലയർ അതുപോലുള്ള ടീമുകൾ F1ലേക്ക് വരുന്നത് മെയിനായിട്ട് അവരുടെ മാർക്കറ്റിംഗ് പർപ്പസിനാണ്. കാരണം F1ൽ ഇവർ ചാമ്പ്യനാണെന്ന് പറഞ്ഞ് ഇവർക്ക് എന്താ ഷെയർ പ്രൈസ് കൂട്ടാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓഡിയൻസായ നമ്മൾ പലപ്പോഴും F1നെ ഇഷ്ടപ്പെടുന്നത് ആ ടീമുകളിലുപരി ഡ്രൈവേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. മൈക്കിൾ ഷൂമാക്കർ, ലൂയിസ് ഹാമിൽട്ടൺ, മാക്സ് വെർസ്റ്റാപ്പൻ അതുപോലുള്ള ഡ്രൈവേഴ്സ് കാരണമാണ് നമ്മൾ പലരും ഫോർമുല വണ്ണിൽ കാണുന്നത് തന്നെ. പക്ഷേ ടീംസ് അങ്ങനെയല്ല. ടീംസ് അതിലും വലിയൊരു ബിഗ് പിക്ചർ കണ്ടിട്ടാണ് F1ലേക്ക് വരുന്നത്. അതുകൊണ്ട് ദേ ഓൾവേസ് പുട്ട് ദെയർ സ്പോൺസേഴ്സ് എഹെഡ് ഓഫ് ദെയർ ഡ്രൈവേഴ്സ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മെക്ലാറിൻ്റെ പപ്പായ റൂൾസ്, അല്ലെങ്കിൽ ഫെറാറിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മെഴ്സിഡസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മെക്ലാറിൻ്റെ പപ്പായ റൂൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക റേസുകളിലും ഓസ്കർ പിയാസ്ട്രി ലാൻഡോ നോറിസിനേക്കാളും മുമ്പിലാണ് പോകുന്നുണ്ടെങ്കിൽ ടീം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡോ നോറിസിന് ബെറ്റർ സ്ട്രാറ്റജി കൊടുക്കാനായിട്ട് ഫ്രഷർ ടയേഴ്സ് ഇട്ടിട്ട് ഓസ്കർ പിയാസ്ട്രിയെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിവർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലാൻഡോ നോറിസ് ബെറ്റർ ടയർ ഇട്ടിട്ട് P1 വന്നു കഴിഞ്ഞാൽ അവർക്ക് P1ഉം P2 പൊസിഷൻ കിട്ടുന്നത്. അപ്പം പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുവാണ്, ടീമിന് ബെറ്ററാണത്. അതല്ല, നേരെ മറിച്ച് P2ഉം P4ഉം കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പോയിൻ്റല്ലേ കിട്ടുള്ളൂ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. മേഴ്സിഡസിൽ ജോർജ് റസൽ സീസണിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ കോൺട്രാക്റ്റ് 2026 വരെ റിന്യൂ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണവും ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫോർമുല വണ്ണിൻ്റെ ബിസിനസ് സൈഡാണ്. കാരണം മേഴ്സിഡസ് ഫോർമുല വണ്ണിൽ വന്നപ്പം തൊട്ട് അവരുടെ ടീമിൽ ഒരു ചാമ്പ്യൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നപ്പോൾ മൈക്കിൾ ഷൂമാക്കർ ഉണ്ടായിരുന്നു, പിന്നെ ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മേഴ്സിഡസ് ഡൊമിനേറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മേഴ്സിഡസ് 8 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ്, 7 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പും ഉണ്ട്. അപ്പോൾ അവരുടെ ടീമിലൊരു ചാമ്പ്യൻ ഉണ്ടെങ്കിൽ എന്താ അവർക്ക് അവരുടെ മാർക്കറ്റിംഗ് പർപ്പസിന് അത് യൂസ്ഫുള്ളാണ്. പക്ഷേ 2024 ഹാമിൽട്ടൺ പോയ പിന്നെ അങ്ങനെ ഒരു ചാമ്പ്യൻ ഇല്ല. ഇപ്പോൾ ഉള്ളത് ജോർജ് റസലും കിമി ആൻ്റനെല്ലിയുമാണ്. ഇപ്പോൾ അവരുടെ ടീം പ്രിൻസിപ്പളായ തോത്തോ വുൾഫിന് മേലെ നല്ല പ്രഷറാണ്. കാരണം അവരുടെ ടീമിൽ ഒരു ചാമ്പ്യനും ഇല്ല, ഒരു പഴയ പോലെ പെർഫോമൻസും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും മെഴ്സിഡസ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ജോർജിനെ നിർത്തി കഴിഞ്ഞാൽ ജോർജ് പ്രോബബ്ലി നെക്സ്റ്റ് കമ്മിങ് സീസൺസിൽ ചാമ്പ്യൻ ആവാം, അല്ലെങ്കിൽ കിമി നല്ലതായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിമിയും ചാമ്പ്യൻ ആവാം. പക്ഷേ മെഴ്സിഡസ് അങ്ങനെയല്ല കാണുന്നത്. പ്രോബബ്ലി ജോർജ് റസൽ അടുത്ത സീസണിലെങ്കിലും ചാമ്പ്യൻ ആയില്ല എന്നുണ്ടെങ്കിൽ ജോർജ് റസൽ പുറത്താവും. ഇതെൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.